കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം പറയുന്നു. ഈ സഭയിൽ കർത്താവിന്റെ വചനം പങ്കുവെക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I believe that God has called us here for a purpose and he will definitely speak to us in a very special way. ദൈവം നമ്മളെ പ്രത്യേകമായ ഒരു വിളി കൊണ്ട് ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മളെ വിളിച്ചത്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും നിശ്ചയം. Before we meditate on God's word, let us bow our heads and ask God to speak to us. വചന ശുശ്രൂഷയ്ക്ക് മുമ്പായി നമ്മുടെ കണ്ണുകൾ അടച്ച് ഹൃദയത്തെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. Our loving heavenly Father, we come to your presence this afternoon, Lord. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അവിടുത്തെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുന്നു. Lord, as we meditate on your scriptures, Father God, we pray that they will speak to each and every one of us in a very special way, oh Father. കർത്താവേ, അങ്ങയുടെ തിരുവെഴുത്ത് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഓരോരുത്തരോടും വ്യക്തിപരമായി പ്രത്യേകമായ നിലയിൽ അങ്ങ് സംസാരിക്കണമേ. Let your name alone be glorified. In Jesus' precious name we pray. Amen. അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. In today's world, we find so many things happening in different parts of the world, different parts of our country. So much of strife, so much of difficulties we see. ലോകമെമ്പാടും കണ്ണോടിച്ചാൽ ഒരുപാട് സംഘടനകളും പ്രയാസങ്ങളും വെല്ലുവിളികളും നമുക്ക് ചുറ്റും നമുക്ക് വീക്ഷിക്കാൻ കഴിയും. There are a lot of wars going on. As we all have read the papers and all that, we find there's a war going on between Ukraine and Russia. യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് നമുക്കറിയാം. Right now there's a lot of conflict in the Middle East. മധ്യപൗരസ്ത്യ ദേശത്ത് നടക്കുന്ന സംഘടനകളെ കുറിച്ച് നമുക്ക് അറിവുണ്ട്. When we come to our country, we find a lot of people fighting against each other. നമ്മുടെ രാജ്യത്ത് കണ്ണോടിച്ചാലും അന്യോന്യം ലഹള കൂട്ടുന്ന മനുഷ്യർ. We know about Manipur. So many communities are fighting against each other. മണിപ്പൂരിൽ നടക്കുന്ന സംഘടനകളും ലഹളകളും നമുക്ക് അറിവുള്ളതാണ്. As we come across, we find states fighting against each other for water, so many reasons. സംസ്ഥാനങ്ങൾ തന്നെ വെള്ളത്തിന്റെ പേരിൽ നടക്കുന്ന ലഹളകൾ നമുക്കറിയാം. Then when we come to families, we find that different families fighting against each other. പല കുടുംബങ്ങളും അന്യോന്യം പോരിന് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. And then we come again, individuals against brothers, sisters, wife, husband. So many conflicts are going on. എന്തിന് സഹോദരങ്ങൾ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുപാട് സംഘടനകൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. One thing that is just going away is peace. നമ്മുടെ നടുവിൽ ഇല്ലാതാകുന്ന ഒരു കാര്യം സമാധാനമാണ്. Everybody is striving towards peace. Everybody wants peace, happiness and harmony. എല്ലാവർക്കും വേണ്ടത് സന്തോഷവും സമാധാനവും ഒക്കെ ആണെങ്കിലും, but in spite of so much efforts being taken by so many people, ഒരുപാട് അതിനുവേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിലും, people are willing to give anything to get peace, but that peace is not really there. എന്ത് കൊടുത്തും സമാധാനം വാങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും അത് കിട്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. But the real peace is possible only from the Prince of Peace, that is our Lord and Savior Jesus Christ. എന്നാൽ സമാധാനത്തിന്റെ പ്രഭുവിൽ നിന്ന് മാത്രമേ ശരിയായ സമാധാനം ലഭിക്കുകയുള്ളൂ. We find in this world, we find that sometimes we feel that there's not going to be any peace. It is not practically possible to have peace. ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പ്രായോഗികമായിട്ട് സമാധാനം കൊണ്ടുവരിക അസാധ്യമെന്ന് നമുക്ക് തോന്നിപ്പോകും. But the Bible says that it is possible. എന്നാൽ ബൈബിൾ പറയുന്നു ഇത് സാധ്യമാണ്. In Romans chapter 12 verse 18 we read, if it is possible, as far as it depends on you, live at peace with everybody. കഴിവുള്ളിടത്തോളം എല്ലാവരോടും സമാധാനം ആചരിക്കുക എന്ന റോമാലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. As far as possible, whatever depends on you, try your best to be at peace with everybody. That's what the Bible gives us the instruction. കഴിവുള്ളിടത്തോളം എല്ലാവരോടും സമാധാനമായിരിക്കാൻ, സമാധാനം ആചരിക്കാനാണ് ബൈബിൾ നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നത്. And Hebrews chapter 12 verse 14 says, make every effort to live in peace with everyone and to be holy. 12-ാം അധ്യായത്തിന്റെ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം ആർക്കെങ്കിലും വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. Jesus is the Prince of Peace, but we also have to do something. We have to make every effort. കർത്താവാണ് സമാധാനത്തിന്റെ പ്രഭു. പക്ഷേ അതിനുവേണ്ടി ശുഷ്കാന്തിയോടെ കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്വം നമുക്കുണ്ട്. Why there is no peace in our families? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ എന്തുകൊണ്ടാണ് സമാധാനം കുറയുന്നത്, ഇല്ലാതാവുന്നത്? Why there is no peace in the country? രാജ്യത്ത് എന്തുകൊണ്ട് സമാധാനം ഇല്ലാതാവുന്നു? The main reason is Jesus is not there. പ്രധാനപ്പെട്ട കാരണം യേശുവിന്റെ സാന്നിധ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. And again we are not making any effort. അത് മാത്രമല്ല, അതിനുവേണ്ടി നമ്മൾ ഒരു പരിശ്രമവും നടത്തുന്നുമില്ല. Now
Now we are going to see from the scriptures as to what we have to do to get that peace that Jesus is giving us. യേശു നമുക്ക് നൽകുന്ന സമാധാനത്തെ പ്രാപിക്കാൻ നാം എന്തു ചെയ്യണമെന്ന് തിരുവെഴുത്തുകളെ നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. The first and foremost thing that we have to do is forgive like how Jesus forgave. ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം യേശു ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കാൻ പഠിക്കണം. If we want peace in our lives, first and foremost we should have a forgiving spirit. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ഷമിക്കുന്ന ഒരു ആത്മാവ് നമുക്ക് വേണം. In Luke chapter 23 verse 34 it says like this. Jesus said, "Father, forgive them, for they do not know what they are doing." And they divided up his clothes by casting lots. Now I think we all know this whole situation where Jesus did so much good to so many people. He healed the sick and he did so many things throughout his life. എല്ലാവർക്കും വേണ്ടി നന്മ ചെയ്തുകൊണ്ട് സുവിശേഷിച്ച ആ കർത്താവ് ആണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കാര്യം പറയുന്നതെന്ന് ഓർക്കണം. But what happened was finally the Jews crucified Jesus on the cross. ഇത്രയൊക്കെ നന്മകൾ ദേശത്തിന് മനുഷ്യർക്ക് ചെയ്തിട്ട് കർത്താവിനെ ക്രൂശിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. Not only crucifying, they blasphemed him, they mocked him, they whipped him, they did so many things to him. ഒരുപാട് നിന്ദിച്ചു, അപമാനിച്ചു, ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞു, കളവായി കാര്യങ്ങൾ പറഞ്ഞു. Normally what will we expect in such a situation? We would definitely say, see, I did so much good to you people. And he could have cursed them or he could have talked back to them. But instead what happens? He says, Father, forgive them. നമ്മളായിരുന്നെങ്കിൽ എന്തായിരുന്നു നമ്മൾ ചിന്തിക്കുമായിരുന്നത്? അവരെ തിരിച്ച് ശപിക്കണമായിരുന്നു, തിരിച്ച് മോശമായും എന്തെങ്കിലും രണ്ട് വാക്ക് പറയണമായിരുന്നു എന്നൊക്കെ ആയിരുന്നു. പക്ഷെ കർത്താവ് എന്താ ചെയ്തത്? അവരെ ശപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കുകയാണ് ചെയ്തത്, അവരോട് ക്ഷമിക്കുകയാണ് ചെയ്തത്. As children of God, if we want peace in our lives, we should also have that same heart. അതേ ഹൃദയം തന്നെ, ക്രിസ്തുവിന്റെ അതേ ഹൃദയം തന്നെ നമുക്ക് വേണം. ക്ഷമിക്കുന്ന ആ ഹൃദയമാണ് വേണ്ടത്. I'm sure that most of us sitting here, we would have an experience where we have done so much good to so many people. നമുക്ക് പലരും ഒരു ചിന്തയുണ്ടാവും, നമ്മൾ ഒരുപാട് പേർക്ക് ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നവരാണെന്ന്. But instead of they being grateful or thankful to us, they would have been very much ungrateful. They might have done some evil to us. So we must have been really very much hurt. നമ്മൾ കൊടുക്കുന്ന നന്മകളൊക്കെ പ്രാപിച്ചിട്ട് നമുക്ക് എതിരെ തിന്മ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി മുറിവേറ്റവരായി തീരും, ഒത്തിരി വിഷമം തോന്നും നമുക്ക്. So what happens is we will not have a forgiving spirit. We will say, no, I'm not going to forgive this person. I will not look into his face. So many things we say. No? അങ്ങനെയുള്ള സാഹചര്യത്തിൽ മുറിവേറ്റവരെ പോലെ അവന്റെ മുഖത്ത് ഞാൻ നോക്കുകയില്ല, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ക്ഷമിക്കുകയില്ല എന്നൊക്കെ നമ്മൾ ഉള്ളത്തിൽ പറയുമായിരിക്കാം. Many a time we say, even if I die, I will not enter into his house. I will not go and see him. Or so many things we keep in our heart. ചിലതൊക്കെ പറയും, ചത്താലും ഞാൻ അവന്റെ വീട്ടിൽ പോവില്ല, അവനെ നോക്കില്ല, അവനെ കാണില്ല എന്നൊക്കെ പറയും. But first and foremost what happens is when we forgive that person, God blesses us. The peace comes into our hearts. എന്നാൽ നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ സമാധാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരും. The blessing of peace is given to a person who is willing to forgive. ക്ഷമിക്കാൻ മനസ്സുള്ളവർക്ക് മാത്രമേ സമാധാനം എന്ന അനുഗ്രഹം പ്രാപിക്കാൻ കഴിയൂ. But sometimes what we do is we deceive ourselves, simply saying by mouth we say, okay, I forgive you. That's all. ചില സമയത്ത് നമ്മളെ തന്നെ വഞ്ചിക്കുന്ന വിധത്തിലാണ് ഞാൻ ചുമ്മാ ഞാൻ അവനോട് ക്ഷമിച്ചു എന്നങ്ങ് പറയും. But that is not the forgiveness that Jesus is expecting. എന്നാൽ അത്തരത്തിലുള്ള ഒരു ക്ഷമാപണമല്ല കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. Forgive like Jesus forgave. യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. It is not that Jesus just wanted to give a statement saying, Father, forgive them. He really felt what he said. വെറുതെ അങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, കർത്താവ് ഹൃദയംഗമായിട്ടാണ് അവരോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചത്. What happens is if we really forgive a person, we have to go close with that person just like how we were before. നമ്മൾ ഒരു വ്യക്തിയോട് സ്നേഹബന്ധത്തിലായിരുന്ന ആ അവസ്ഥയിൽ എങ്ങനെ ആയിരുന്നപ്പോൾ എങ്ങനെയുണ്ടോ അതുപോലെ ഒരു അടുപ്പത്തിലേക്ക് വരണം. But what we do, we say, okay, I forgive you, but I don't want to do anything more with you. നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, പക്ഷേ ഇനി നിന്നോട് കൂടെ കൂട്ടുകൂടാനൊന്നും ഞാനില്ല എന്നതാണ് നമ്മുടെ മനോഭാവം. We have a very good example in the Bible. We know about Joseph. നമുക്ക് നല്ലൊരു ഉദാഹരണം തെളിവ് ബൈബിളിൽ നിന്നുള്ളത് യോസെഫിന്റെ ജീവിതമാണ്. What happened was Joseph, his brothers put him in the pit. I think all of us know about that. നമുക്ക് ഈ കഥ അറിയാം. തൻ്റെ സഹോദരന്മാർ തന്നെ ഈ കുഴിയിലിട്ടു. And he had a lot of trouble. He faced so much difficulties because of his brothers. തൻ്റെ സഹോദരങ്ങൾ നിമിത്തം ഒരുപാട് പ്രയാസങ്ങളിലൂടെ താൻ കടന്നുപോയി. So many years he was in prison. ഒരുപാട് വർഷങ്ങൾ താൻ ജയിലിലായിരുന്നു. If we were in that place, we will have so much of bitterness. We would have thought, what these fellows have done to me. See, I did nothing wrong. In fact,
His father sent him to inquire about them when they were as shepherds. നമ്മളായിരുന്നെങ്കിൽ ഒരുപാട് കയ്പ് നിറഞ്ഞ അനുഭവത്തിൽ ആകുമായിരുന്നില്ലേ? In fact, he took food with him to give it to the brothers. Such a loving heart. നോക്കിയേ, വളരെ സ്നേഹത്തോടെ സഹോദരങ്ങൾക്ക് ആഹാരം കൊണ്ടുപോയി കൊടുക്കാനും സഹോദരങ്ങളെ നോക്കാനുമായിട്ട് പോകാനുള്ള മനസ്സ് യൗസേഫിനുണ്ടായിരുന്നു. താൻ ഒരു കുറ്റവും ചെയ്യാതെ ഇരുന്നിട്ടും തന്റെ സഹോദരങ്ങൾ തന്നെ വെറുത്തു. And what did they do? The dreamer is coming, they said, and put him in the pit, and they are having food. അവര് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ സ്വപ്നക്കാരൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി അവനെ കുഴിയിലിട്ട് അവനെ ഒഴിവാക്കാം എന്നുള്ള ഒരു മനോഭാവത്തിലാണ് അവരായിരിക്കുന്നത്. And now what happens now? Joseph is the leader of that entire nation. He is prime minister. എന്നാൽ ഇപ്പോ ഇവിടെ ഈജിപ്തിൽ പ്രധാനമന്ത്രിയാണ് താന്. And now there's a very good opportunity. He can definitely take revenge. He can do something. He would say, okay, now you have come. Let me see what I'm going to do. പ്രതികാരം നടത്താനായിരുന്നെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു അവസരം ഉണ്ടാകുമായിരുന്നു. But look what Joseph is doing in Genesis chapter 42, verse 21 to 22. I'm reading for you. They said to one another, surely we are being punished because of our brother. We saw how distressed he was when he pleaded with us for his life, but we would not listen. That's why this distress has come on us. Reuben replied, didn't I tell you not to sin against the boy? But you wouldn't listen. Now we must give an accounting for his blood. So this is what is happening. These people are just, all that guilt was coming up, and they were just remembering all those sins that they did. Okay, now that is why we are like this. But in Genesis chapter 45, please. അവര് സഹോദരങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞതല്ലേ, അവരുടെ പാപങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലൊക്കെയാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം In Genesis 45, 9-11, see the response of Joseph. ഈ 45-9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളില് യോസേഫിന്റെ പ്രതികരണം എന്താണെന്ന് ശ്രദ്ധിക്കൂ. Now he is saying, now hurry back to my father and say to him, this is what your son Joseph says. God has made me Lord of all Egypt. Come down to me, don't delay. You shall live in the region of Goshen and be near me, you, your children and grandchildren, your flocks and herds, and all you have. I will provide for you there, because 5 years of famine are still to come. Otherwise you and your household and all who belong to you will become destitute. എത്ര അത്ഭുതകരമായ പ്രതികരണം. നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത് എന്തെന്നാൽ, നിന്റെ മകനായ യോസേഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രയീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരേണം. നീ ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കണം. നീയും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ. So what happens is here, Joseph is forgiving them, and at the same time what is he saying? Come near to me. I will provide for you. I will take care of you. And that is what he is doing. യോസേഫ് പറയുന്ന അവരുടെ തിന്മയ്ക്ക് പകരം ചെയ്ത കാര്യം എന്താണെന്ന് നോക്കിയാൽ, നീ എൻ്റെ അടുക്കിലേക്ക് വാ, വേണ്ടതെല്ലാം ഞാൻ തരാം, ഒരു ദാരിദ്ര്യം കൂടാതെ നിന്നെ കാക്കാനുള്ള ആ ഒരു മനോഭാവമാണ് ജോസഫിനുള്ളത്. If we are in this situation, will we do that? Will we say, okay, he could have just said, I forgive you, take some food, get away from me, don't come here at all. നമ്മളായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു, നിനക്ക് ആവശ്യമുള്ളൊക്കെ വേണമെങ്കിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് ഓടിക്കോ, എൻ്റെ അടുക്കലേക്കൊന്നും എന്നെ ശല്യപ്പെടുത്താൻ എപ്പോഴും ഒന്നും വന്നേക്കരുത് എന്നൊക്കെ ആയിരിക്കില്ലേ നമ്മുടെ പ്രതികരണം. You know what happened? You put me in the prison, now I am the prime minister, and you have come all the way from there. Just take little grades, but never come back. കരുണ വേണമെങ്കിൽ കുറച്ച് കരുണ ഞാൻ കാണിക്കാം, ഇനി അതും പറഞ്ഞ് കൂടെ വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യരുത് എന്നൊക്കെ ആയിരിക്കില്ലേ പൊതുവെയുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രതികരണം. Since Joseph forgave them from his heart, he was able to accept them back. യോസേഫ് അവരോട് ക്ഷമിച്ചു എന്ന് എങ്ങനെ അറിയാം? അവരെ സ്വീകരിക്കാനുള്ള മനസ്സ് താൻ കാണിച്ചു എന്നുള്ളതാണ്. So the love for his brothers he exhibited through his deeds. സഹോദരങ്ങളോടുള്ള സ്നേഹം തന്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചു. So first and foremost, if we want peace in our lives, in our families, we should be willing to forgive like how Jesus forgave. നമ്മുടെ വീട്ടിലായാലും ഭവനത്തിലായാലും നാട്ടിലായാലും എവിടെയാണെങ്കിലും നമുക്ക് ഈ സമാധാനം വേണമെങ്കിൽ ഹൃദയംഗമായി ക്ഷമിക്കുവാനും സ്വീകരിക്കുവാനും മുൻപുണ്ടായിരുന്ന ആ ബന്ധത്തിലേക്ക് അവരെ സ്വീകരിക്കാനൊക്കെയുള്ള മനസ്സ് നമുക്ക് വേണം. We should be willing to love our brothers unconditionally. യാതൊരു പരിധികളുമില്ലാതെ സ്നേഹിക്കാനുള്ള മനോഭാവം നാം കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കണം. I'm sure we all know about 1 Corinthians chapter 13 about love, this particular chapter. I'm just going to just read a few sentences for you from verse 4. I'm reading, love is patient, love is kind, it does not envy, it does not boast, it is not proud, it does not dishonor others, it is not self-seeking, it is not easily angered, it keeps no record of wrongs. So how many times we are following this, no? We are keeping record of wrongs, no?
നമ്മൾ ആളുകൾ തെറ്റുകൾ ചെയ്ത ആ കണക്കുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കാറുണ്ടല്ലേ? Even after forgiving, we say, that day you did like this, don't you know? You remember? നമ്മൾ ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്ന ആ സമയത്ത് ഇന്ന ദിവസം നീ ഇന്നത് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? Everything I am remembering, don't think I forgot. എല്ലാം എൻ്റെ ഓർമ്മയിലുണ്ട്, ഞാൻ മറന്നു എന്നൊന്നും വിചാരിക്കണ്ട എന്നതല്ലേ നമ്മുടെ പ്രതികരണം. But as children of God, we are supposed to forgive and also to forget. നമ്മൾ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണം. When we were enemies of God, Jesus forgave us. He doesn't remember our sins anymore. നമ്മൾ ദൈവത്തിന് ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമ്മളോട് ക്ഷമിച്ച് നമ്മുടെ പാപങ്ങൾ ഓർക്കുന്നില്ല എന്ന വചനം പറയും. So here and first and foremost, we should have a forgiving spirit, forgiving heart. So if we don't have that forgiving heart, we should ask God, please change my heart, Lord. Give me that forgiving spirit so that I will not have any bitterness towards anybody. I'm willing to forgive everybody. കർത്താവേ, ഞാൻ അങ്ങനെ ക്ഷമിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് പലപ്പോഴും അതിന് കഴിയുന്നില്ല, എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയാണ് അങ്ങനെ കഴിയാത്തവരുടെ ഉള്ളിൽ നിന്ന് വരേണ്ടത്. അങ്ങനെ ക്ഷമിക്കുമ്പോൾ ദൈവിക സമാധാനമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. I want to give you a warning here. It is not an advice. Forgiveness is a must for every Christian. ഇതൊരു മുന്നറിയിപ്പായിട്ട് ഞാൻ തരുന്ന ഒരു ഉപദേശമായിട്ടല്ല, ഒരു ക്രിസ്ത്യാനിക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് ഈ ക്ഷമിക്കുന്ന ഹൃദയം. Because the Bible says that if we don't forgive our brothers, Christ will not forgive our sins. നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ ക്ഷമിക്കാൻ മനസ്സ് കാണിക്കുന്നില്ലെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നു. So if you're really a child of God, we have to forgive, and if you don't have that forgiving spirit, let us ask today that God will give us such a heart. അങ്ങനെ ഒരു ഹൃദയം നമുക്കില്ലെങ്കിൽ കർത്താവേ അങ്ങനെ ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. Okay, secondly, for peace in our lives, the most important thing that we have to do is hold our tongue. നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യം നമ്മുടെ നാവിനെ അടക്കുക എന്നുള്ളതാണ്. James chapter 3 verse 5 to 6, we all know this verse. Likewise, the tongue is a small part of the body, but it makes great boast. Consider what a great forest is set on fire by a small spark. The tongue also is a fire, a world of evil among the parts of the body. It corrupts the whole body, sets the whole course of one's life on fire, and it itself set on fire by hell. So I think all of us know this particular verse. ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. So what happens is we are just trying to relate our tongue with fire. Just think of one small matchbox. One small match. നമ്മുടെ നാവിനെ ഒരു തീയോട് ഉപമിച്ച് നോക്കിയാൽ ഒരു തീപ്പെട്ടിയെ ഒന്ന് സങ്കല്പിക്കൂ. See, sometimes we see, this Amazon forest all burning for years together. See, to bring a forest up, it takes years, hundreds and hundreds of years to grow big trees. But just one small matchstick will finish off the whole thing. നൂറുകണക്കിന് വർഷങ്ങളെടുക്കും ഒരു നല്ല ഫോറസ്റ്റ് ഉണ്ടായി വരാൻ. പക്ഷെ ഒരു ചെറിയ തീപ്പെട്ടി ഉണ്ടെങ്കിൽ ഇതിനെല്ലാം നമുക്ക് കത്തിക്കാം. And once it is gone to ashes, whatever you do, it is not possible to bring it back. ഇതെല്ലാം ചാരമായി തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അതുപോലെ പെട്ടെന്ന് ഫോറസ്റ്റ് ആയി വരില്ല. So what happens is relationships we are building with so much of pain, effort, so many years together, we have built a relationship. ബന്ധങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരുപാട് നാളുകൾ ഒരുപാട് പരിശ്രമങ്ങൾ ഇട്ടിട്ടാ ബന്ധങ്ങൾ പണിതെടുക്കുന്നത്. But just one wrong word or one rash word finish the whole thing. എന്നാൽ ഒരു അസ്ഥാനത്തുള്ള ഒരു വാക്ക്, ഒരു പ്രയോഗം എല്ലാം ഇടിച്ചു കളയും. So we have to be very, very careful with our tongue. As children of God, we have to be very careful speaking, because the Lord says, be very careful to speak, but eager to hear. ഓക്കെ, നമ്മൾ നാവിനെ വളരെ ശ്രദ്ധയോടെ കരുതണം, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും. Slow to speak and eager to hear. ഓക്കെ, കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ആണ് നമുക്ക് വേണ്ടത്. God has given us 2 ears and 1 tongue. അതുകൊണ്ടാണ് 2 ചെവിയും 1 നാവും തന്നത്. But what we do is we talk so much, but we don't listen to other people. നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ ഒരുപാട് സംസാരിക്കും, വളരെ കുറച്ച് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. Many a time what happens is, even before the other person talks, we assume that he is going to say something and we start giving answers. It has happened in our lives. We think, okay, this fellow is going to say this, so let me talk. But he would have thought something else. The problem will not be that there's no problem, but we create a problem. നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ മുൻവിധിയോടെ കാണും ഇതായിരിക്കും, പക്ഷെ അദ്ദേഹം അതായിരിക്കുകയല്ല ചിന്തിച്ചത്. So we have to be very careful with our tongue. നമ്മുടെ നാവിനെ കുറിച്ച് നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. If we want peace in our families, if we want good relationships, we have to be very careful with our tongue. നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ, നമ്മുടെ ഭവനത്തിനകത്ത് സമാധാനം വേണമെങ്കിൽ നമ്മളുടെ നാവിനെ ശ്രദ്ധയോടെ കരുതണം. Jesus Christ is a role model for this.
ഇതിന് ഏറ്റവും ഉദാത്തമായ മാതൃക കർത്താവ് തന്നെയാണ്, കർത്താവായ യേശു തന്നെയാണ്. When Jesus was crucified on the cross, before that he was standing before Pilate. കർത്താവിനെ ക്രൂശീകരിക്കുന്നതിന് മുമ്പ് പിലാത്തോസിന്റെ മുൻപാകെ നിന്നപ്പോൾ And the high priest and so many people were giving so many allegations against Jesus Christ. മഹാപുരോഹിതന്മാരും കൂട്ടരും ഒക്കെ ഒരുപാട് ആരോപണങ്ങൾ കർത്താവിന് നേരെ ഉന്നയിച്ചപ്പോൾ None of the allegations they said was true. Everything was false. അവർ പറഞ്ഞ എല്ലാ അലിഗേഷൻസും തെറ്റായിരുന്നു, ആരോപണങ്ങൾ തെറ്റായിരുന്നു എന്ന് കർത്താവിനും അറിയാം, എല്ലാവർക്കും അറിയാം. Normally what will happen when somebody is accusing us in front of somebody, when everything is false, we will say no, what he's saying is wrong, look at this, I did this. So it's all we'll try to prove ourselves. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ പൊതുവെ ചെയ്യുന്ന ഈ ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ന്യായീകരിക്കാനും നമ്മളുടെ കാര്യത്തെ നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാനുമുള്ള പരിശ്രമമാണ് നമ്മൾ നടത്താറുള്ളത്. But in Matthew chapter 27 verse 13 to 14 we see the response of Jesus. Then Pilate asked him, don't you hear the testimony they are bringing against you? But Jesus made no reply, not even to a single charge, to the great amazement of the governor. ഓക്കെ, അവിടെ ഈ പിലാത്തോസിന് അത്ഭുതമുണ്ടായി കർത്താവ് പ്രതികരിക്കാതെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ. So Pilate was so much amazed. He's asking him, why don't you say something? They are making so many charges. At least for one charge you can give a reply. ഒരുപാട് ആരോപണങ്ങൾ അവർ നിനക്ക് നേരെ ഉന്നയിക്കുമ്പോൾ അതിന് ഒരു കാര്യത്തിനെങ്കിലും എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞുകൂടെ എന്നാണ് പിലാത്തോസ് പറയുന്നത്. And the Bible says he never uttered even one word, and Pilate was so much amazed. ബൈബിൾ പറയുന്ന കർത്താവ് ഒരു വാക്കുപോലും വേണ്ടിയില്ല. അത് കണ്ടിട്ട് പിലാത്തോസിന് അത്ഭുതം തോന്നി എന്നാണ്, വിസ്മയം തോന്നി എന്നാണ് പറയുന്നത്. We പറയുന്നത്. want peace in our families. Even sometimes wrong allegations will be there. Our heart will be bubbling. Oh, they are making like this. What can I do? It is better to keep quiet. ചില സമയത്ത് തെറ്റായ ആരോപണങ്ങൾ നമുക്ക് നേരെ ഉന്നയിക്കുമ്പോഴും നമ്മുടെ ഹൃദയം ഇങ്ങനെ തിളയ്ക്കുന്നുണ്ടാവും. പക്ഷെ ആ സമയത്തും നമ്മൾ നിശബ്ദമായിരിക്കുന്നതാണ് നല്ലത്. Thirdly, if we want peace in our lives, we should not be quick-tempered. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ ഒക്കെ സമാധാനം വേണമെങ്കിൽ മുൻകോപിയാവരുത്. Sometimes we feel that we are very good, and whatever somebody does, immediately we'll get angry. ചില സമയത്ത് ചെറിയൊരു കാര്യം നമ്മൾ നല്ലവരൊക്കെ ആയിരിക്കും, പക്ഷെ ചെറിയൊരു കാര്യം ആരും ചെയ്താൽ പെട്ടെന്ന് നമ്മൾ ചൂടാവും. The Bible says in Ecclesiastes chapter 7:9, do not be quickly provoked in your spirit, for anger resides in the lap of fools. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ആങ്കറിനെയും ഫൂൾസിനെയും ഒരുപോലെ പറഞ്ഞിരിക്കുന്നു. കാരണം വിഡ്ഢികളാണ്, മൂഢന്മാരാണ് അങ്ങനെ പെട്ടെന്ന് കോപിഷ്ഠരാകുന്നത്. And the Bible says that if we are quick tempered, we are related or we are equal to a fool. നമ്മൾ അങ്ങനെ മുൻകോപിയാണെങ്കിൽ നമ്മൾ വിഡ്ഢിക്ക് സമാനമാണെന്നാണ് ബൈബിൾ പറയുന്നത്. So here we find a small example in the Bible where after Solomon died, okay, the children of Israel came to his son Rehoboam. ശലോമോൻ മരിച്ചതിന് ശേഷം റഹബാമിന്റെ അടുക്കൽ ഇസ്രായേൽ മക്കൾ വരുന്ന ഒരു പശ്ചാത്തലം നമുക്കറിയാം. And they requested Rehoboam and they said, see, Solomon your father put lot of work on us, so much of hardships on us. Please make our labor little less. ഞങ്ങളുടെ പ്രയാസങ്ങളെ ഒന്ന് ലഘൂകരിക്കണമേ, ഒരുപാട് വേല ഞങ്ങൾക്ക് തന്നു, ഒരുപാട് ഭാരം ഞങ്ങൾക്ക് തന്നു, ഞങ്ങളുടെ വേലയൊന്ന് ലഘൂകരിക്കണമെന്ന് റെഹബയാമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോൾ See the response of Rehoboam. റെഹബയാമിന്റെ പ്രതികരണം അവിടെ ഇങ്ങനെയാണ്. The king answered the people harshly and he said, my father made your yoke heavy, I will make it even heavier. My father scourged you with whips, I will scourge you with scorpions. നോക്കിക്കേ, എത്ര കഠിനമായ നിലയിലാണ് റെഹബയാം പ്രതികരിക്കുന്നത് എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. So what is the result? What happened? No, the whole country was under Solomon. Under Rehoboam it got split and 10 tribes went away and he had only one tribe. Only Judah was with. ഇങ്ങനെയുള്ള ഒരു പ്രതികരണത്തിന്റെ പരിണിത ഫലം എന്താണ്? ഈ 12 ട്രൈബിൽ 10 പേര്, 2 പേര് രണ്ടായിട്ട് അങ്ങ് വിഭജിക്കപ്പെട്ടു. ഒരിടത്ത് 2 ട്രൈബ്, മറ്റിടത്ത് 10 ട്രൈബുകൾ രണ്ടായി വിഭജിക്കപ്പെട്ടു. So what happens? There was division and war. Peace was not there. അവിടെ ഡിവിഷൻ ഉണ്ടായി, യുദ്ധത്തിന് സംഘട്ടനങ്ങൾക്ക് കാരണമായി എന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. So here we find that again there's another example where Gideon, when he went to war against the Midianites, മിദ്യാനിയൻസിനെതിരെ ഗിദെയോൻ യുദ്ധത്തിന് പോയപ്പോൾ after the victory the Ephraimites, they came and said, what Gideon, you went for war, you took everybody, but you left us out. And they came very harshly and started speaking with him. എഫ്രൈമിൽ വന്ന് കഠിനമായി സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. And
what happened? What answer Gideon said? No, see, what is this big victory I have done? You people went and caught hold of the princess. You have done much greater things. So don't worry, even if I have not called you, the victory is yours. വിജയം നിങ്ങളുടേതാണ്. ആ സാഹചര്യത്തിൽ അവരോട് നന്നായി പ്രതികരിക്കുന്ന ഗിദെയോനെ നമ്മൾ കാണുകയാണ്. So here there was peace. അങ്ങനെ പ്രതികരിച്ചപ്പോൾ അവിടെ എന്തോ സംഭവിച്ചത്? അവിടെ സമാധാനം ഉണ്ടായി. The Bible says, blessed are the meek, for they shall inherit the earth. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ലോകത്തെ അവകാശമാക്കും. So we should never be quick tempered. We should be calm, quiet, and give a reasonable and a quiet answer, and there will be peace in our families. വളരെ സൗമ്യതയും സാവധാനതയും പൂണ്ട് നമ്മൾക്ക് ഉത്തരം പറയാനായിട്ട് കഴിയണം. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിലൊക്കെ സമാധാനം ഉണ്ടാകും. Fourthly, if we want peace in our lives, we should be willing to let go of our privileges and our rights. നമുക്കുള്ള അവകാശങ്ങളും നമുക്കുള്ള പദവികളും ഉപേക്ഷിക്കാൻ വേണമെങ്കിൽ നമ്മൾ തയ്യാറാവണം. In Genesis chapter 13, we know about a situation all of us know. What happened to us? There was strife between the servants of Lot and the servants of Abraham. ഏബ്രഹാമിന്റെ ദാസന്മാരും ലോത്തിന്റെ ദാസന്മാരും തമ്മിൽ ലഹളയുണ്ടായി, സംഘടന ഉണ്ടായി. So it's a very good example, and if we follow this in our lives, definitely we will have peace in our families. ഇതൊരു നല്ല മനോഹരമായ ഉദാഹരണമാണ്. ഇത് നമ്മൾ അനുഗമിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാക്കാൻ നല്ലൊരു സൂത്രവാക്യമാണത്. Now here Abraham was the elder person. ഏബ്രഹാം ഇവിടെ പ്രായമുള്ള വ്യക്തിയാണ്. In fact, Lot was brought up by Abraham. ലോത്തിനെ വളർത്തിക്കൊണ്ട് വന്നത് അബ്രഹാമാണ്. So Abraham is calling Lot and saying, see, we are brothers. Now there's strife between both your servants and my servants. നിന്റെ ദാസന്മാരും എന്റെ ദാസന്മാരും തമ്മിൽ ഇപ്പോൾ പ്രശ്നമുണ്ട്, നമ്മൾ സഹോദരങ്ങളാണ് എന്ന് അബ്രഹാം പറയുന്നു. Now what you do is, if you go on the right, I will go on the left. You make a choice. നീ ഒരു തെരഞ്ഞെടുപ്പൊക്കെ, നീ വലത്തോട്ട് പോവാണെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോവാം, നീ ഇടത്തോട്ട് പോവാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോകാം. So here what happens, Lot is looking and he finds a very nice place and he goes. ലോത്ത് താഴ്ത്തു നോക്കി നല്ലൊരു സ്ഥലം കണ്ടിട്ട് അങ്ങോട്ടങ്ങ് പോകാൻ തീരുമാനിച്ചു. And Abraham went the other way. ഏബ്രഹാം മറ്റൊരു വഴിക്ക് പോയി. Now here what could have happened is that if you just think it the other way, Abraham could have called, what Lot, you are doing this? I only brought you here. If not for me, you would be nowhere and you are fighting with me. And he could have just fired him and asked him to keep quiet. All these things he could have done. നമ്മൾ ആയിരുന്നെങ്കിൽ, അബ്രഹാമിന്റെ സ്ഥാനത്ത് നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ, നമ്മളെപ്പോലുള്ളവരൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു എന്നാ പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, ഈ കാണിക്കുന്നത് ശരിയാണോ, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് ന്യായീകരണങ്ങൾ ഒരുപാട് നിലകളിൽ നമ്മൾ ശകാരിക്കുമായിരുന്നു. Or otherwise what we would have done, okay Lord, there's a lot of fight, we can't stay together, I will take this place, you go there. അതല്ലായിരുന്നെങ്കിൽ നമ്മൾ പറയുന്നതായിരുന്നു, ഇനി ഞാൻ പറയും, ഞാൻ ഇങ്ങോട്ട് പോകും, ഈ സ്ഥലം നല്ലതാണ്, അതിനുശേഷം നിനക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും പോകാം എന്ന് പറയുമായിരുന്നു. Because of Abraham only Lot is there, so they have every right to choose, no? കാരണം ചേട്ടനായോണ്ട് തനിക്ക് അവകാശമുണ്ട്, തനിക്ക് ആദ്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആദ്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശം അനിയനാ കൊടുക്കുന്നത്. Here what happens, Abraham is willing to forgo his rights and he was allowing his younger person to make the choice, and there was peace in that particular place. തൻ്റെ അവകാശങ്ങളെ ആ സാഹചര്യത്തിൽ വേണ്ടെന്ന് വെച്ച് ഇളയ സഹോദരന് അത് കൊടുത്ത് ആ കൊടുത്തതിൻ്റെ അനന്തരഫലമായിട്ട് സമാധാനം ഉണ്ടായി. അബ്രഹാമിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായി. How many instances when we are not willing to give small privileges to others, when we are not willing to let go our rights, so much of fighting, so much of court cases, so much of discord in the families. ഭവനങ്ങളിലാണെങ്കിലും സംഘടനകളിലാണെങ്കിലും ഒരുപാട് ഡിസ്കോർഡുകൾ ഉണ്ടാവാനുള്ള കാരണം എന്താ? നമ്മളുടെ ഒരു ചെറിയൊരു അവകാശത്തെ ഒന്ന് വിട്ടുകൊടുക്കാനുള്ള ഒരു മനോഭാവമില്ലാത്തത്. In Genesis chapter 26 we see another instance where Isaac is digging lot of wells. ഇസഹാക്ക് ചെറിയ കിണറുകൾ കുഴിക്കുന്നതിനെ കുറിച്ചുള്ള മറ്റൊരു ഉദാഹരണം നമ്മൾ കാണുന്നു. So every day what happens, the Philistines come and what they'll do, they'll close it off. ഫിലിസ്തീന് വന്ന് അത് മൂടിക്കളയും. Then he will go to the next one. താൻ അടുത്ത ഇടത്ത് പോയി കുഴിക്കും. Again he will dig, they will close it. താൻ കുഴിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് മൂടിക്കളയും. Now what will we do? Maybe as Christians, first time let us close, we'll go. Okay, let us not fight, we'll go. നമ്മളാണെങ്കിലും വഴക്കൊന്നും വേണ്ട, നമ്മളങ്ങ് മാറിപ്പോവും. Then second time also they are doing same thing. രണ്ടാമത്തെ തവണ അവർ അത് തന്നെ ചെയ്യുന്നു. What we will say? നമ്മളെന്ത് പറയും? No, if we leave this fellow like this, it's not going to happen. Let us fight with him. ഇതിങ്ങനെ പോയ കാര്യങ്ങളൊന്നും ശരിയാവില്ല, നമ്മൾ ഒരു പാഠം പഠിപ്പിക്കണം എന്ന മനോഭാവമായിരുന്നു. But Isaac did not do that. എന്നാൽ ഇസഹാക്ക് അങ്ങനെ ചെയ്യുന്നില്ല. He kept on digging, they kept on closing, and finally there was a place where he dug, they never came to fight. താൻ കുഴിച്ചുകൊണ്ടേ ഇരുന്നു, അവർ മൂടിക്കൊണ്ടേ ഇരുന്നു. അവസാനം ഒരു കുഴി കുഴിച്ചപ്പോൾ അവിടെ അവർ വന്നില്ല.
So for the sake of peace, Isaac was willing to let go what he did. താന് സമാധാനത്തിന് വേണ്ടി അങ്ങനെ ചെയ്യാൻ അവരോട് ലഹളയ്ക്ക് പോകാതെ വീണ്ടും കുഴിച്ചുകൊണ്ടിരിക്കാനുള്ള മനോഭാവം കാണിച്ചു എന്നുള്ളതാണ്. So many times we have labored for something, somebody else will take it. നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു, മറ്റൊരാൾ അതിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. Somebody would have spoiled our chances. നമ്മുടെ അവസരങ്ങൾ പോലും നഷ്ടപ്പെടുത്തി കാണും മറ്റൊരാള്. No, we should not fight with them, we just leave it. അവരോട് നമ്മൾ ലഹളയ്ക്ക് പോകരുത്, നമ്മൾ വിടണം. So the blessing comes from God. അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. Because what happened was, if we see the result, Isaac planted and he was getting 100-fold that year. ഇസഹാക്ക് നട്ടപ്പോൾ 100 മടങ്ങ് 100 മേനി വിളവാണ് ലഭിക്കുന്നത്. Everywhere there was famine, but when Isaac planted, there was 100-fold. നോക്കിക്കേ, ദേശത്ത് ക്ഷാമം ഉണ്ടാകുമ്പോൾ തന്നെ ഇസഹാക്കിന് 100 മടങ്ങ് പ്രതിഫലമാണ് ഉണ്ടാവുന്നത്. And what happened? The Philistines are coming and saying, we know that God is with you. ഫിലിസ്തീൻ ഇപ്പൊ വന്ന് പറയുന്നത് ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ടാണ്. So let us have peace. നമുക്ക് സമാധാനത്തിൽ മുമ്പോട്ട് പോകാം എന്ന് അവർ പറയുകയാണ്. If we as children of God are willing to forgo and let go, the other person will definitely come to us one day and we will have peace. നമ്മൾ അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ചുറ്റുമുള്ളവരോട് കാണിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ അടുക്കൽ നിശ്ചയമായും മടങ്ങി വന്ന് നമ്മളോട് സമാധാനമായി പോകാൻ അവർ നമ്മുടെ അടുക്കൽ വരും. Fifthly, we should be willing to honor everybody. എല്ലാവരെയും, അഞ്ചാമതായി എല്ലാവരെയും മാനിക്കാൻ നമ്മൾ തയ്യാറാവണം. Because sometimes we feel that we are somebody very great. We have ചില pride സമയത്ത് in നമ്മൾ our ചിന്തിക്കും hearts. ഞാൻ ആരൊക്കെയോ, ഞാനൊരു വലിയ സംഭവമാണ് എന്ന നിലയിലുള്ള മനോഭാവമാണ് We just നമുക്കുള്ളത്. treat certain people with contempt. നമ്മൾ മറ്റുള്ളവരെ പുച്ഛ മനോഭാവത്തോടെ കാണും. Humility is very important. താഴ്മ വളരെ പ്രധാനപ്പെട്ടതാണ്. For good relationship, for peace in our families, good among community, we need to have humility. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും സമാധാനം വേണമെങ്കിൽ നമ്മൾ താഴ്മ ധരിക്കണം. People in higher positions, we will always give them respect. But ഉന്നത സ്ഥാനത്തുള്ളവരെ നമ്മൾ ബഹുമാനിക്കും. people who are not in very good position, we will just treat them as very casually. ഒരു പദവികളൊന്നും ഇല്ലാത്ത സാധാരണക്കാരെ നമ്മൾ വളരെ ലാഘവത്തോടെ കാണും, ചെറുതായി കാണും. Anybody can give respect to a king, but to give respect to a beggar, it takes a gentleman to do that. ഓക്കെ, ഒരു രാജാവിനെ മാനിക്കാൻ ആർക്ക് വേണമെങ്കിലും കഴിയും, പക്ഷേ ഒരു ദരിദ്രനായ ഒരു ബെഗറിനെ മാനിക്കാൻ ഒരു ജെന്റിലായ ഒരു വ്യക്തിക്ക് മാത്രമേ അത് കഴിയൂ. Jesus is the greatest example for this. യേശുവാണ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം. He was God and he was willing to come and become like an ordinary man to save us from sins. ദൈവമായിരുന്നവൻ ഒരു സാധാരണ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു നമ്മളെ രക്ഷിക്കാനായി. And while he was living in this world, what happened to us? He was willing to wash the feet of his disciples. താൻ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ മനസ്സുള്ളവനായിരുന്നു. Actually, in those days, in the Israelite people, washing the feet was reserved for slaves. അടിമകൾ മാത്രം ചെയ്യുന്ന ഒരു പണിയാണത് ആ നാട്ടിൽ ആ സമയത്ത്. Jesus could have said, "You disciples, come and wash my feet." ശിഷ്യന്മാരോട് പറയാം, നിങ്ങൾ വേണമെങ്കിൽ വന്ന് എൻ്റെ കാല് കഴുകാൻ പറയാമായിരുന്നു. But he was willing to wash the feet of his disciples. തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാൻ കർത്താവ് മനസ്സുള്ളവനായി. The Bible says in Romans chapter 12:10, "Be devoted to one another in love, honor one another above yourselves." മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠനെന്ന് കരുതുവിൻ You have എന്നാണ്. to feel that the other person is better than us. They are of better standard. We have to give them more respect. അവർക്ക് കൂടുതൽ ബഹുമാനം നൽകണം. അവർ നമ്മളെക്കാൾ മെച്ചമുള്ളവനാണ് എന്ന് കരുതാൻ നമുക്ക് കഴിയുന്നുണ്ടോ? We should come forward to give honor to other people, greet other people. We should be willing to do it first. നമ്മൾ മറ്റൊരാളെ ആദ്യം അവൻ വന്ദനം ചൊല്ലട്ടെ അവൾ ചൊല്ലട്ടെ എന്നല്ല, നമ്മൾ ആദ്യം ചൊല്ലാൻ മനസ്സുള്ളവരായിരിക്കണം. In Tamil it says, "Ganam panvadil mundikolungal." You be the first to honor people. മനുഷ്യനെ മാനിക്കുന്നതിലെ മുൻപന്തിയിലായിരിക്കണം. So we have to be very careful whether we have pride in our hearts. നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ അഹന്തയുണ്ടോ എന്നത് നമ്മൾ സൂക്ഷിക്കണം. And one more thing is, we have to examine our ways if we need peace in our lives. നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ നമ്മളുടെ വഴികളെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. So what happens is, as I was telling so many things like we have to forgive, we have to let go, we have to be humble, all these things are saying.
ഒരുപാട് സത്യങ്ങൾ ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞു. But sometimes we may feel, see, I'm humble, I'm doing all this, but still I'm having so much of problems. So many people are working against me. Then we have to think, something is wrong. What is wrong? ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ കാര്യമായ സമാധാനം ഇല്ലെങ്കിൽ നമ്മുടെ വഴികളെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. If we are not having a right relationship with God, if our relationship with God is not right, we may not have peace in our lives. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയായ വിധത്തിലല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല. Here we find in the Bible, there are so many places where the Israelites worked against God. When they disobeyed God, so many enemies started coming towards them. ദൈവത്തിനെതിരെ പ്രവർത്തിക്കാൻ മത്സരിച്ചപ്പോൾ, ദൈവത്തിനെതിരെ നിന്നപ്പോൾ ഇസ്രായേലിന്റെ ശത്രുക്കൾ അവർക്കെതിരെ വരുന്നതായിട്ട് കാണുന്നു. When they had right relationship with God, there was peace in the region. ദൈവവുമായിട്ട് ശരിയായ ബന്ധമുള്ളപ്പോൾ അവിടെ സമാധാനം വാഴുന്നതായിട്ടും നമ്മൾ കാണുന്നു. So we have to find out whether we are going against God, whether we are having a right relationship with God. When we get ourselves right with God, there will be peace in our families and in our lives. ദൈവവുമായിട്ട് നമുക്ക് സമാധാനമുണ്ടോ, ദൈവത്തിൻ്റെ വഴികളിൽ ആണോ നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന പരിശോധന നമ്മുടെ വഴികളെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കും. Next most important thing that we have to do when we want peace in our lives is we have to pray. അതിൽ അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. In 1 Timothy chapter 2 verse 1 to 2, I am reading for you. I urge then first of all that petitions, prayers, intercession and thanksgiving be made for all people, for kings and all those in authority, that we may live peaceful and quiet lives in all godliness and holiness. സൗമ്യതയും സാവധാനതയും ഉള്ള ഒരു ജീവിതം നയിക്കേണ്ടതിന് വേണ്ടി സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന് അവിടെ ഉദ്ബോധിപ്പിക്കുന്നു. Lot of things to pray for. We have so many prayer requests, but this is very important. Every day when we pray, we have to pray for all their leaders and for all the people who are around us, so that we will be able to lead a peaceful life. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി, നമ്മളെ ഭരിക്കുന്നവർക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, ഭരണാധികാരിക്ക് വേണ്ടി, പ്രധാനമന്ത്രിക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് സൗമ്യതയും സാവധാനതയും ഉള്ള സമാധാനമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട്. But what do we pray for? We pray for our family, my children, my wife, my brother, my sister. We only pray for ourselves, no? എന്നാൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ, അങ്ങനെ തന്നെ. We have to pray for everybody. Matthew chapter 5 verse 44, it says, "But I tell you, love your enemies and pray for those who persecute you." നിന്റെ ശത്രുക്കളെ സ്നേഹിക്കണം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. So then when we pray, there will be peace in our lives. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. And finally, അവസാനമായി one very important thing is, do not take revenge. പ്രതികാര നടപടികൾ സ്വീകരിക്കരുത്, പ്രതികാരം എടുക്കരുത്. Because normally human tendency is to take revenge. Eye for eye, tooth for tooth. You did this for me, I am going to do it for you. നീ എന്നെ ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ഞാനിത് നിന്നോട് ചെയ്യും. മനുഷ്യന്റെ ഒരു പ്രതികരണം അതാണ്. മനുഷ്യ സഹജമാണ് പ്രതികാരം ഏറ്റെടുക്കുക എന്നുള്ളത്. As children of God, we have no right to take revenge, because that is not what God wants us to do. നമ്മൾ ഒരിക്കലും പ്രതികാരം എടുക്കരുത്. അത് നമ്മൾ ചെയ്യണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല. Romans chapter 12 verse 17 to 21, I will read for you. Do not repay anyone evil for evil. Be careful to do what is right in the eyes of everyone. If it is possible, as far as depends on you, live at peace with everyone. Do not take revenge, my dear friends, but leave room for God's wrath, for it is written, "It is mine to avenge, I will repay, says the Lord." On the contrary, if your enemy is hungry, feed him. If he is thirsty, give him something to drink. In doing this, you will heap burning coals on his head. Do not be overcome by evil, but overcome evil with good. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 17 മുതൽ ഉള്ള വാക്യങ്ങൾ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായതും മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. What the world says, if somebody hits you, hit him back. ലോകം എന്താ പറയുന്നത്? ആരെങ്കിലും നിന്നെ തല്ലിയ തിരിച്ചൊരെണ്ണം കൊടുക്കണമെന്നാ. Do it harder so that he will not hit you again. കുറച്ചുകൂടെ കഠിനമായി തിരിച്ചു ചെയ്യുക, അതുകൊണ്ട് പിന്നെ അവൻ നിന്നെ തല്ലാൻ വരത്തില്ല എന്നാണ്. But what God is saying, overcome evil with good.
നന്മയാൽ തിന്മയെ ജയിക്കുക എന്നാണ് വചനം പറയുന്നത്. So what we are asked to do as children of God, if we want peace, if somebody has done something bad, you better do something good. ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ എന്താ ചെയ്യേണ്ട? ആരെങ്കിലും നമുക്കെതിരെ തിന്മ ചെയ്താലും നമ്മൾ നന്മ അവർക്ക് ചെയ്യാന്നുള്ള. I want to give you a small illustration. After World War II, Germany was split into two, West and East Germany. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനി രണ്ടായി വിഭജിക്കപ്പെട്ടു, പടിഞ്ഞാറും കിഴക്കും. There was a wall, Berlin Wall. I think that wall is ബെർലിൻ not there now. മതിലിനെ കുറിച്ച് നമുക്കറിയാം. So what happens once the people from East Germany, they had enmity with both of them. East and West, they were not in good terms. അവർ തമ്മിൽ ശത്രുതയുണ്ടായിരുന്നു. So East Germany people, they took a lot of filth, dirt, and then transferred it across the wall into the West German part. ഒത്തിരി അഴുക്കും ചേറും എല്ലാം കൂടെ എടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റി. Now West Germany, when they saw in the morning, what is this? All these fellows have put all this filth in our place. What shall we do? ഈ അഴുക്കും ചേറും എല്ലാം കൂടെ ഇങ്ങോട്ട് ഇവർ ഇട്ടത് എന്തുകൊണ്ടാണെന്ന് കരുതി എന്താ ചെയ്യേണ്ടതെന്ന് അവർ ആലോചിച്ചു. So many people giving so many advice, and finally they decided. ഒരുപാട് ഉപദേശങ്ങൾ അന്യോന്യം അവർ നൽകി അവസാനം അവർ തീരുമാനിച്ചു that instead of this filth, we will give them something good. They took a lot of cans of milk powder, food, and a little bit of bread, and all so many eatables, everything neatly packed. And in the night they transferred it to the other side and put one board on that saying that everyone gives what he has. ഈ നല്ല ഒരുപാട് ആഹാര സാധനങ്ങളും നല്ല മിൽക്ക് പൗഡറുകളും എല്ലാം മനോഹരമായി പാക്ക് ചെയ്ത് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് മാറ്റി ഇട്ട് ഒരു ബോർഡും വെച്ചു, അവരവർക്കുള്ളതാണ് നമ്മൾ കൊടുക്കുന്നതെന്ന്. So as children of God, God has filled us with goodness, and we are supposed to give only good. ദൈവമക്കളെന്ന നിലയിൽ ദൈവം നമ്മളെ നിറച്ചിരിക്കുന്ന നന്മകളാലാണ്. ആ നന്മയാണ് നമ്മൾ മറ്റുള്ളവർക്ക് പകരേണ്ടത്. See, I'm having this tumbler in my hand. Imagine, ഈ ടംബ്ലർ എൻ്റെ കയ്യിലുണ്ട്. okay, there is water inside. ഇതിൽ വെള്ളമാണെന്ന് ചിന്തിക്കും. Water is full and I am putting some sugar inside. അതിൽ ഞാൻ പഞ്ചസാര ഇടുന്നു. So this is sugar water, no? അപ്പോൾ പഞ്ചസാര വെള്ളമായി, മധുര വെള്ളമായി. It is full, okay. അത് നിറച്ചുണ്ട്. And I'm just walking. ഞാൻ നടക്കുമ്പോൾ Suddenly, pastor is just tapping me. പാസ്റ്റർ എന്നെ വന്ന് തള്ളിയെന്നിരിക്കുക, പതുക്കെ തട്ടിയെന്നിരിക്കുക. One drop of water fell down. ഒരു തുള്ളി വെള്ളം താഴെ പോയി. What will that water be? ആ വെള്ളത്തിന് എന്ത് രുചിയായിരിക്കും? Sweet water, okay. അത് മധുര വെള്ളമായിരിക്കും. I'm walking, he's just again pushing me very hard. കുറച്ചുകൂടെ കഠിനമായി ഞാനൊന്ന് തള്ളിയാൽ And more water is coming. കൂടുതൽ വെള്ളം താഴെ പോയി. What water is that? ആ വെള്ളത്തിന്റെ രുചി എന്തായിരിക്കും? Then he is pushing me, I'm falling down. എന്നെ വല്ലാതെ തള്ളി, ഞാൻ വീണുവന്നിരിക്കട്ടെ, And the whole thing is down. എല്ലാം താഴെ വീണു. What water is there? എന്ത് വെള്ളമായിരിക്കും? ആ വെള്ളത്തിന്റെ രുചി എന്തായിരിക്കും? When he's pushing me small, it's sweet water. When he's pushing me more, it cannot become bitter water. It will always be sweet water. Because it is full of sweetness. എങ്ങനൊക്കെ തള്ളിയാലും ഈ പാത്രത്തിന്റെ അകത്തുള്ളത് എന്ത് വെള്ളമാണ് ആ വെള്ളം തന്നെയാണ് So വരുന്നത്. as children of God, we should be full of goodness. ദൈവ മക്കൾ എന്ന നിലയിൽ നമ്മുടെ ഹൃദയം നിറച്ച് നന്മകളാണ് ഉണ്ടാവേണ്ടത്. So we can never do anything bad. We always ആർക്കെതിരെ have ദോഷം ചെയ്യാൻ to കഴിയില്ല. exhibit goodness. ആര് തിന്മ ചെയ്താലും നമുക്ക് ദോഷം ചെയ്യാൻ കഴിയും. That is what Jesus did. He could never do any evil. കർത്താവിന് ആർക്കെതിരെയും ദോഷം ചെയ്യാൻ കഴിയും. We as children of God have to be examples so that people look at us and say they are children of God. നമ്മൾ മാതൃകയുള്ളവരായി മറ്റുള്ളവർ നോക്കി ഇവർ ദൈവമക്കൾ എന്ന് പറയത്തക്കവണ്ണം നമ്മൾ സാക്ഷ്യമുള്ളവരായിരിക്കട്ടെ. Because the Bible says in Matthew chapter 5 verse 9, blessed are the peacemakers, for they shall be called the children of God. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. Are we doing peace or we are doing strife? നമ്മൾ സമാധാനമാണോ ഉണ്ടാക്കുന്നത്, ലഹളയാണോ ഉണ്ടാക്കുന്നത്? When we go to a place, will people say that the peacemaker is coming? നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സമാധാനദായകൻ വന്നു എന്ന് പറയുമോ? Or when we go there, they say, oh, this fellow has come, there's going to be some problem. ഓ, പ്രശ്നക്കാരൻ വന്നു എന്ന് പറയുമോ? If we are peacemakers, then we are called the children of God. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടും. So we have no other choice. We have to be peacemakers if we are to be called the children of God. മറ്റൊരു തിരഞ്ഞെടുപ്പ് നമുക്കില്ല. ഇതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ്. The Bible says in 1 Thessalonians, peace I leave with you, my peace I give unto you, not as the world giveth, give I unto you. Let not your hearts be troubled, neither let it be afraid. So God is willing to give us the peace that transcends all understanding. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമുക്ക് നൽകാൻ ദൈവത്തിന് മനസ്സാണ്, ദൈവത്തിന് ആഗ്രഹമാണ്. So here as children of God, the whole world is in turmoil.
ലോകം മുഴുവനും പ്രശ്ന സങ്കീർണമാണ്, പ്രശ്നത്താൽ തിളഞ്ഞു മറിയുകയാണ്. There are a lot of problems between countries, രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ, between so many groups of people. ഒരുപാട് ഗ്രൂപ്പുകൾ തമ്മില്, കൂട്ടങ്ങൾ തമ്മിൽ. There is no peace in the families. ഭവനങ്ങളിൽ സമാധാനമില്ല. Now here as children of God, we are called as peacemakers, and may the Lord give us the grace to bring peace in our families and in our country. ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ സമാധാനമുണ്ടാക്കുന്നവരായി നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മുടെ സഭയിൽ ഈ ഒരു സമാധാനം വാഴട്ടെ എന്ന് ഞാൻ May പ്രാർത്ഥിക്കുന്നു. God give us that peace. God bless you. ഈ സമാധാനം ദൈവം നമുക്ക് നൽകട്ടെ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.